സ്മൃതി, വലിയ പ്രതിഷേധമാണ്. നാളെ ക്ലിഫ് ഹൗസിലേക്ക് BJP-യുടെ മാർച്ചുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടു. കോൺഗ്രസ് വിശ്വാസ സംഘവുമായി വരാൻ പോകുന്നു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. സഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭരണപക്ഷത്തിന്, സർക്കാരിന് പാളിയിൽ പുള്ളിയോ? പാളിയിൽ പൊള്ളിയിട്ടുണ്ട്. പാളിയിൽ പൊള്ളിയതുകൊണ്ടാണ് ഇന്ന് ചില പൊള്ളയായ പ്രതികരണങ്ങൾ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക, ഉത്തരവാദിത്വത്തോടു കൂടി മറുപടി നൽകുക എന്നതിനപ്പുറം രാഷ്ട്രീയ പ്രതികരണം നടത്തുകയല്ല ഇപ്പോൾ വേണ്ടത്. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവർ രാഷ്ട്രീയമായി അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. സഭയിൽ അതുകൊണ്ടാണ് ബഹളത്തിലേക്ക് പോയത്. കഴിഞ്ഞ 19-ാം തീയതി ഈ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ള 19 അല്ലല്ലോ 9-ാം തീയതി തിരുവഞ്ചൂരാണ് ഇത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചില്ല. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്താ നോട്ടീസ് പോലും നൽകിയില്ലല്ലോ എന്നാണ് ഭരണപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും സഭയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കും, പ്രതിപക്ഷം കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നൊരു മറുതന്ത്രം ഭരണപക്ഷം എടുക്കുന്നു. അതിൽ ഭരണപക്ഷം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയം അവതരിപ്പിക്കും, 1-2 ആളുകൾ പ്രതികരിക്കും, അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അങ്ങനെ പോകും. അപ്പോൾ ബഹളമില്ലാതെ, അതായത് പിന്നീട് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമേൽ ചർച്ചയില്ല, കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ അതൊരു വിഷയമായി കൊണ്ടുപോയി ആ രൂപത്തിൽ അതിനൊരു പ്രക്ഷോഭ രൂപത്തിൽ അല്ലെങ്കിൽ വലിയ പ്രതികരണമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര പ്രമേയം വേണ്ട, ഈ ബഹളമായിട്ട് തന്നെ പോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പോകട്ടെ, പുറത്തും പ്രതിഷേധം എന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മുന്നിൽ ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണല്ലോ. ഇതിൻ്റെ പൊള്ളയായ പ്രതികരണങ്ങൾ, കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ ആരൊക്കെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടെ ഒരു സ്പോൺസറായി എത്തിയത്, അങ്ങനെ സ്പോൺസറായി എത്തിയപ്പോൾ ആരാണ് അയാളെ ശുപാർശ ചെയ്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എൻ്റെ കാലത്ത് ഇങ്ങനെയില്ല, എനിക്കറിയില്ല എന്ന രൂപത്തിലാണ് പല പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാസുവിൻ്റെ പ്രതികരണമായാലും നമ്മൾ കണ്ടു, പത്മകുമാറിൻ്റെ പ്രതികരണമായാലും കണ്ടു. ഇപ്പോൾ വാസു പറയുന്ന ഒരു കാര്യം, വാസുവിനെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയ ഒരു കാര്യം എന്നുള്ളത്, ഈ സംഭവങ്ങൾ 2019 ഇത് നടക്കുമ്പോൾ ഈ പാളി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുന്ന പത്മകുമാറിൻ്റെ കാലത്താണ്. അതിനുശേഷം വാസു എത്തുന്നു. പക്ഷേ വാസു വരുമ്പോൾ കാണുന്നത് അവിടുത്തെ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു സജീവ ഇടപെടലുമായി നിൽക്കുന്ന സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എല്ലാ കാര്യത്തിലുമുണ്ട്. അവിടുത്തെ പൂജകൾക്കുണ്ട്, ചടങ്ങുകൾക്കുണ്ട്, വിവാഹങ്ങൾക്കുണ്ട്, എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്, ഒരു മെയിൽ അയക്കുകയാണ്, ഞാൻ സ്വർണം പൂശാൻ ഉപയോഗിച്ച കരാറിന് ശേഷം ഇത് ബാക്കി സ്വർണ്ണമുണ്ട്, അറ്റകുറ്റപ്പണിയുടെ ശേഷം ബാക്കി സ്വർണ്ണം, അതുകൊണ്ടൊരു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊള്ളട്ടെ എന്ന്. അതിന് അദ്ദേഹം ഇന്ന് പ്രതികരണമായി പറഞ്ഞിരിക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വർണം തരുന്നു. അതൊരു എന്താണ്, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്, അദ്ദേഹത്തിൻ്റെ സ്വർണം തരുന്നു, അതിനുശേഷം ബാക്കിയായ സ്വർണം കൊണ്ട് ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അതും ദേവസ്വം ബോർഡിൻ്റെ കൂടെ പിന്തുണയോടുകൂടെ എന്നും കൂടിയുണ്ട് മെയിലിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒരു സംശയം തോന്നില്ല, എന്നൊരു വിവാദവും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പോലും ഒരു സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു കല്യാണം നടത്തുന്ന ഒരാൾ പിന്നെ എന്തിനാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ചട്ടവിരുദ്ധമായിട്ടാണ് എന്നുള്ള തെളിവുകൾ വരികയാണ്. ഇന്നിപ്പോൾ അവതരിച്ചിരിക്കുന്ന മഹസറിൽ ഒപ്പിട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു പറയാണ്, ചെമ്പുപാളി തന്നെയാണ് കൊടുത്തത്. ചെമ്പുപാളി കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വർണ്ണപ്പാളി എന്ന് എഴുതി വെക്കുകയെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നടപടി വരുമെന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തുന്നത്. ചെമ്പുപാളിയാണ്, ആര് പറഞ്ഞിട്ട്? തന്ത്രി പറയുകയാണ്, സ്വർണ്ണത്തിന് മങ്ങൽ പറ്റിയിരിക്കുന്നു. തന്ത്രി പറയാതെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ തന്ത്രിയെ കൂടി അതിലേക്ക് പിടിച്ചിടുകയാണ്. സ്വർണം മങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതൊന്ന് മിനുക്കണമെന്ന് പറയുന്നു. അങ്ങനെ തന്ത്രി പറഞ്ഞതുകൊണ്ട് ഞാനത് അതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു. സ്പോൺസറായി അദ്ദേഹമാണുള്ളത്. അത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചതാണ് എന്നാണ് വേഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു ഇദ്ദേഹത്തിന് തന്നെ ഏൽപ്പിക്കാൻ, അങ്ങനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെമ്പുപാളിയായിട്ട് കൊടുക്കുന്നു. പക്ഷേ കോടതി കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് കൃത്യമായി പറയുന്നുണ്ട്, ആ ചെമ്പുപാളി സ്വർണം പൂശില്ല. ഇദ്ദേഹം പറയുകയാണ്, മുരാരി ബാബുവിന് പൂശിയതാണോ പതിപ്പിച്ചതാണോ ഒന്നും അറിയില്ല. പൂശിയതായാലും പതിപ്പിച്ചതായാലും അങ്ങനെയല്ല, രണ്ടും വ്യത്യാസമുണ്ടല്ലോ. പൂശിയ സ്വർണ്ണത്തിന് ഒരു മങ്ങലേൽക്കാം, പക്ഷേ പതിപ്പിച്ച സ്വർണ്ണത്തിന് അങ്ങനെ മങ്ങലേൽക്കില്ല എന്ന് ഇതിലെ തന്നെ വിദഗ്ധർ പറയുകയാണ്. മാത്രമല്ല ഇത് കൊണ്ടുപോയി ഇതിലെ വിദഗ്ധർ തന്നെ പറയുന്നത്, ഈ ക്ലാഡ് ചെയ്തിരിക്കുന്ന സ്വർണം എടുക്കണമെങ്കിൽ അത് ലയിപ്പിച്ച ശേഷമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അഴിച്ചു മാറ്റി എടുത്തു വെച്ച് ആ ചെമ്പ് കൊണ്ടുപോയി വേറൊന്നും പതിപ്പിക്കുക അത് സാധ്യമല്ല. അത് ലയിപ്പിച്ചെടുക്കണം. ആ ലയിപ്പിച്ചെടുക്കാനുള്ള ദിവസമാണ് ആ 39 ദിവസം. അത് അദ്ദേഹം എവിടെയോ പോയി ലയിപ്പിച്ച് അദ്ദേഹം സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ചെന്നൈയിലെ സ്ഥാപനം പറയുന്നു, ഞങ്ങൾ പുതിയ പാളിയിലാണ് സ്വർണം പൂശി കൊടുത്തതെന്ന്. അപ്പോൾ നേരത്തെയുള്ള സ്വർണം എവിടെയെന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം
ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പാളി എടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടോ? ഈ 2025 അതൊക്കെ ചിത്രീകരിച്ചു എന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം സാന്നിധ്യത്തിലായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, അയാൾക്കൊപ്പം ഒരു സംഘം തന്നെ പോയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും 2023 ഉത്തരവുണ്ട്, കോടതിയുടെ അനുമതി വേണം, കോടതി അറിയണം, എന്തറ്റ കുറ്റപ്പണിയായാലും കോടതിയുടെ അനുമതി വേണമെന്ന്. അതെന്തുകൊണ്ടാണ്? അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് ജപമാലയും യോഗദണ്ഡും ശ്രീകോവിൽ നിന്ന് പുറത്തെടുത്തു, സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തി. അപ്പോൾ അവിടെ പൊട്ടിയ ജപമാല വിളക്കിച്ചെടുത്തു. നമുക്ക് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു പണിയായി തോന്നാം. അപ്പോൾ പോലും അതുപോലും ആ പരിപാടിക്ക് പോലും കോടതി അറിയേണ്ടതുണ്ട്. കാരണം കോടതിയുടെ നിരീക്ഷണമുണ്ട്. കോടതി പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 2023 അനുമതി നിർബന്ധമാണെന്ന് ഉത്തരവുള്ളപ്പോൾ അപ്പോൾ കോടതി അറിയിക്കാതെ എങ്ങനെയാണ് 2025 കൊണ്ടുപോവുക? അപ്പോൾ പ്രശാന്ത് ഇപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ കാലത്തെല്ലാം ചട്ടത്തിന് അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാം പുറത്തു വരട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ഇതിലേക്കൊക്കെ വെളിച്ചം വീശിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പറയുന്ന സ്പോൺസർക്ക് തന്നെ ഇത് ഏൽപ്പിച്ച് ഉദ്യോഗസ്ഥരുടെ കൂടെ എഴുന്നള്ളിപ്പോട് കൂടി അവിടെ പോയി മദ്രാസിലേക്ക് പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ചെയ്തുകൂടാത്ത കാര്യമാണ് എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ ഇവിടെയും പിഴവുണ്ട്. 2019 നടന്നിരിക്കുന്നു, 2025 നടന്നിരിക്കുന്നു. ഇനി ഈ സ്വർണം മങ്ങൽ, ആദ്യത്തെ മങ്ങൽ 98 വിജയമല്യ സ്വർണം കൊടുത്തത്. 98 നിന്നും ഈ പറയുന്ന 2019 ആകുമ്പോഴേക്കും 21 വർഷമായപ്പോഴേക്കും സ്വർണം മങ്ങിയെന്ന് പറയുകയാണ്. എന്നിട്ട് അത് നന്നാക്കി കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 വർഷം കഴിയുമ്പോൾ വീണ്ടും മങ്ങുകയാണ്. ഇതെങ്ങനെയാണ് മങ്ങുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമുള്ളപ്പോൾ മങ്ങുകയാണോ? അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ആവശ്യമുള്ളവർക്കും വേണ്ടി മങ്ങുകയാണോ? മങ്ങുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സ്വർണം ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി? മറിച്ചു വിറ്റു എന്നുള്ള ഇതാണ് കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ എവിടേക്കാണ് മറിച്ചു വിറ്റിരിക്കുന്നത്? വലിയ ഗൗരവത്തിലുള്ള വിഷയമാണ്. ആ ഗൗരവത്തിലുള്ള വിഷയം ആ രൂപത്തിൽ പരിശോധിക്കേണ്ടതുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പിന്നിൽ എന്ന് പറയുന്ന പൊള്ളയായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ജനം തള്ളും ഭക്തർ തള്ളും എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായ മറുപടി വേണം. ഇപ്പോൾ ഇനി ഈ മഹസർ തയ്യാറാക്കിയത് വിജിലൻസ് കേസ് പ്രതികളാണത്രേ. ആ ഒരു വാർത്തയും പുറത്തു വരികയാണ്. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണ്ണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ മഹസർ തയ്യാറാക്കിയത് വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തതിന് വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനാണ്. ഇതേ വിജിലൻസ് കേസിൽ അറസ്റ്റിലായ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരും മഹസറിലുണ്ട്. അങ്ങനെ അവിടെ സാന്നിധ്യമില്ലായിരുന്ന മറ്റൊരാളുടെ പേരും എഴുതി ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന മുരാരി ബാബുവിനെതിരെ നടപടി ഉണ്ടാകുന്നു. മുരാരി ബാബുവിനെതിരെ നേരത്തെയും ചില ആരോപണങ്ങളുണ്ട് കേട്ടോ. നേരത്തെയും ചില ആരോപണങ്ങൾ, ചില അഴിമതി ആരോപണങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അന്ന് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണല്ലോ, ഇന്ന് അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന ശേഷം അങ്ങനെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരൊറ്റ കൂട്ടാളിയേ ഉള്ളൂ ദേവസ്വം ബോർഡിൽ? സംശയം വരികയാണ്. ഒറ്റ കൂട്ടാളി ആയിരിക്കില്ല. അപ്പോൾ ആരൊക്കെ കൊണ്ടുപോയി, ആരൊക്കെ ഇതിൻ്റെ പങ്ക് പറ്റി എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി ദേവസ്വം ബോർഡിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു പങ്കുമില്ല. അതൊരു തിരുവാഭരണം കമ്മീഷണറുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം പിന്നെ എന്താണെന്നൊരു ചോദ്യമുള്ള. ആത്യന്തികമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് തന്നെയാണ് ആ ചോദ്യം വരിക. കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ വ്യക്തത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ മുൻ പ്രസിഡന്റുമാർക്ക് തങ്ങൾക്കത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന് പോലും അറിയില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് കഷ്ടമാണ്. കാരണം വർഷം തോറും അവിടേക്ക് ശബരിമല വിശ്വാസികൾ വരുന്നു. വിശ്വാസികളുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ച്, ശബരിമല വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അവിടെ സ്വർണം എത്രയുണ്ട്, അവിടെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്നതിലും വ്യക്തതയുള്ളവരാകണമെന്നുള്ളതാണ്. അതാണ് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. അതാണ് അയാളുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. ഇനി കോടതി നിരീക്ഷണത്തിലുള്ള ഈ SITയുടെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമം വഴി ശബരിമല വികസനം, ശബരിമലയുടെ സംരക്ഷണം എന്ന വാദമുയർത്തി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയുടെ സംരക്ഷണം ഏത് രൂപത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് നന്നായി പൊള്ളിയിട്ടുണ്ട്. ഈ പൊള്ളൽ മാറണമെങ്കിൽ മുഴുവൻ പ്രതികളും പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു ആരോപണത്തിന് ആരോപണമല്ല മറുപടി എന്നുള്ളതാണ് ഈ കാലയളവിലെ കള്ളത്തരത്തിൻ്റെ മറുപടി. പറഞ്ഞ ശേഷം ബാക്കി അന്വേഷിച്ചോളൂ, അന്വേഷിക്കേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന് ഉത്തരം വേണം. ഇത് മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിലെയും സ്വർണം തട്ടിയെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി വരുന്നേ, ഓരോ സ്ഥലത്തുനിന്നായി വരും. ഈ തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ നന്നായി കൊള്ളയടിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ആർക്കായുധമായിരിക്കുന്നു? BJPക്കും ആയുധമായിരിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രങ്ങളിലെ ഭരണം പൂർണ്ണമായും ഭക്തർക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കിയത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് നന്നായി പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചയ്ക്ക് വരാത്ത പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്ന വാദമൊക്കെ പരിഹസിച്ച് തള്ളിക്കളയാനേ പറ്റുള്ളൂ. കാരണം ഇതിൽ നമ്മൾ പറയുന്നത് മാത്രമല്ലോ, പാർട്ടിയിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ജി സുധാകരൻ പറഞ്ഞത് അവിടെ നിൽക്കുകയാണ്. ജി സുധാകരൻ പറയുകയാണ്, എല്ലാത്തിലും നമ്പർ വൺ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്കിനി തിരുത്താനില്ല, നിങ്ങൾ എല്ലാ തരത്തിലും പൂർണ്ണമായി ശരിയായി നിൽക്കുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, എല്ലാത്തിലും ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ഈ സ്വർണം കട്ടെടുക്കുന്നതിലും നമ്പർ 1 ആണോ എന്ന ചോദ്യം ചോദിക്കുന്നത് CPM നേതാവ് ജി സുധാകരനാണ്. അപ്പോൾ അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയായിരുന്നു എന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മറുപടിയാണ് സർക്കാർ നൽകേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിൽ വേണ്ടതുണ്ട്. Meet the editors.